അങ്ങനെ നമ്മുടെ ബാലിക സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും മറ്റൊരു അപരാധം കൂടി, ദാറ്റ് ഈസ് ഭഗവത് കേസരി. ഈ ഒരു പടമാണ് നമ്മുടെ വിജയ് തമിഴിലേക്ക് എടുത്ത് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഥയുടെ തുടക്കം തന്നെ ഒരു ഫാമിലിയെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ കൂടുതലുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് അവിടുത്തെ ഒരു മുതുകുണ്ണ. അതായത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പുളിത്തൊലിച്ചു വെക്കുന്നത്. തോനെ വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു ജയില്, അവിടെ നിരപരാധിയായിട്ടുള്ള ഒരു ബിസിനസ്മാനെ കുറെ ഗുണ്ടകൾ ചേർന്ന് ഓടിച്ചിട്ടടിക്കുന്നു. എന്നാൽ ഓടുന്നതിനിടയ്ക്ക് അവിടെ ഒരു അപ്പാപ്പൻ സൈഡിൽ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ തൂറാൻ പോകുന്ന നേരം വെച്ചൊരു ബക്കറ്റ് വെള്ളം ലവന്മാരിലൊരുത്തൻ തട്ടിയും കളയും. എന്നാൽ വെള്ളം നേരെ പോയി ചെന്ന് പൂശിയത് നമ്മുടെ ബാലയുടെ മുഖത്തേക്കായിരുന്നു. ഏത് കൊച്ചുകുണയടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലയ്ക്കാണെങ്കിൽ ദേഷ്യം മരിച്ച കയറും. ഓടിച്ചിട്ടടിക്കുന്ന ഗുണ്ടകളെ നമ്മുടെ ബാലയെ കാലേ വരെ നിലത്തടിക്കും. അടിയെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഡയലോഗും, എന്റെ മുത്തച്ഛൻ എടുത്ത് വെച്ച വെള്ളടാതെന്ന്. മുത്തച്ഛൻ കഷ്ടപ്പെട്ടെടുത്ത് വെച്ച വെള്ളം അല്ല ബാലയ്യ, ഒരു സംശയം, ഏത് വകയിലാണ് ഇങ്ങനെ നിങ്ങളുടെ മുത്തച്ഛനായത്? ഇങ്ങനെ താടി മുടിയും കറുപ്പിച്ചിട്ടുണ്ട്, അപ്പം കറുപ്പിച്ചിട്ടില്ല. ആ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത്രയും ഗുണ്ടകളെ നമ്മുടെ ബാലയെ ഒറ്റയ്ക്ക് നിന്നിട്ടാണല്ലോ അടിച്ചത്. ഇത് കണ്ടപ്പോ അവിടുത്തെ ജയിലിലെ ജയിലർ പുള്ളി ഇംപ്രസ്സായി. മോൻ ഇത്ര നാൾ ജയിലിൽ കിടന്നതല്ലേ, മോന്റെ ശിക്ഷയൊക്കെ വെട്ടിച്ചുരുക്കി വേഗം തന്നെ പുറത്തിറക്കാന്ന് പുള്ളിയും. എന്നാൽ പുറത്തിറങ്ങിയിട്ട് ബാലയെ ഒരു കാര്യം ചെയ്യണം. അതായത് ഈ ജയിലർ ഉണ്ടല്ലോ, പുള്ളി എപ്പോഴും മരിക്കാം, അത്രയും വധഭീഷണിയൊക്കെ ഉണ്ട്. എങ്ങനെ പുള്ളി തട്ടിപ്പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ മോളുണ്ട്, ആ മോൾ എങ്ങനെ നോക്കണം, ഇതാണ് ഡിമാൻഡ്. അങ്ങനെ പറഞ്ഞ പോലെ ആ ജയിലറെ തെക്കോട്ടെടുത്തു. മോളാണെങ്കിൽ ബാലയുടെ കയ്യിലായി. അങ്ങനെ പുള്ളി അതിനെ പോറ്റി വളർത്തും. അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോ കൊച്ചു വലുതായി. ബാലയ്ക്ക് ഒരു മാറ്റമില്ല. നല്ല ജില്ലായിട്ടാണ് അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ഫയറാണ്. പുള്ളിയുടെ രക്തമൊക്കെ തിളച്ചുകൊണ്ട് കയറും ആ കാര്യത്തിൽ. സോ അതിന് വേണ്ടിയിട്ട് തന്റെ മോളെ ഒരു മിലിറ്ററി ഓഫീസർ ആക്കണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളും തീവ്രമായിട്ടുള്ള വർക്കൗട്ടും ഭയങ്കരമായിട്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മുടെ ബാലയെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ മോൾക്കാണെങ്കിൽ ഈ മിലിറ്ററി ഓഫീസർ ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ അച്ഛൻ ഇങ്ങനെ ഒരു ഓഫീസർ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചത് പിന്നെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ട്രോമയായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ പിന്നെ ഇങ്ങനത്തെ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് എന്നൊക്കെ കേൾക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര പേടിയാണ്. മോളുടെ ഈ അവസ്ഥ മാറ്റിയെടുക്കണമെന്നായി പിന്നെ ബാലയുടെ ചിന്ത. അപ്പൊ അതിന്റെ ബേസിസിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പുള്ളി ഏർപ്പാടാക്കും. അതാണ് നമ്മുടെ ഖജിൽ അഗർവാൾ. ലെവളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബാലയുടെ തനി കുണം പുറത്തു വന്നു. ആ കിളവിന് പുള്ളിക്കാരത്തിന് ഇഷ്ടമായി. പിന്നെ നമ്മൾ ബാലയുടെ മോളുടെ കാര്യം പറഞ്ഞല്ലോ, പുള്ളിക്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് കുറച്ച് ഈ വള്ളിക്ക് പിടിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി 2.5 കിലോമീറ്റർ അപ്പുറത്ത് പോണ വള്ളിയാണെങ്കിൽ പോലും നേരെ എടുത്ത് ചുമലിൽ വെക്കും. അങ്ങനത്തെ ഒരു സാധനം. ഒരു ദിവസം ലെവൽ ഇതുപോലെ അവിടെ സ്കൂട്ടി എടുത്ത് പോയിരുന്നു. നേരെ ചെന്ന് കയറ്റിയത് ഒരു പോലീസ് വണ്ടിയുടെ പറകയില്. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചു ഒത്തിരി പേരുടെ ജീവന് ഭീഷണിയായി എന്ന പേരില് കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി മോളെ കൊണ്ട് പോലീസുകാർ നേരെ സ്റ്റേഷനിലേക്ക് പോകും. ഇത് കേട്ടതും നമ്മുടെ ബാലയുടെ രക്തം കണ്ട് തിളച്ചങ്ങട് കയറും. പുള്ളിക്ക് കലികട് കയറിയിട്ട് പുള്ളി ബുള്ളറ്റിൽ പോഞ്ഞെത്തും സ്റ്റേഷനിലേക്ക്. മോളെ ഇറക്കാൻ വന്നാന്ന് പറഞ്ഞ ബാലയുടെ പോലീസുകാരൻ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, തൊട്ടപ്പുറത്തെ പോയിട്ട് 2 ചായ പിടിച്ചിട്ട്. ഇത് കേട്ടതും നമ്മുടെ ബാലയ്ക്ക് ഭയങ്കരമായിട്ട് വീണ്ടും രക്തം തിളച്ചങ്ങട് കയറും. ഒരു കുപ്പിയിൽ ലിക്കർ എടുത്തിട്ട് പുള്ളിയുടെ ബനിയിലേക്ക് അടിച്ചങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് ലൈറ്റർ എടുത്ത് തീയ കൊടുത്തിട്ട് അതിനകത്ത് ചായ ചൂടാക്കി പുള്ളിക്കാൻ കൊടുക്കും. അങ്ങനെ ബാലയുടെ ഹൈ കണക്ഷൻസ് വെച്ചിട്ട് മോളെ പുറത്തിറക്കും. ഇതും കഴിഞ്ഞതിന്റെ പിറകെ തന്നെ മോൾ അടുത്ത വള്ളി പിടിക്കും. ഫ്രണ്ടിനോട് പുറത്തു പോയ സമയത്ത് ഏതൊരുത്തൻ അവളുടെ അടുത്ത് ഉമ്മ ചോദിക്കും. ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം കയറിയിട്ട് എല്ലാവരുടെ കാരണങ്ങളെ അടിച്ചാടെ വിളിക്കും. എന്നാൽ ഈ തല്ല് കിട്ടിയവരാണെങ്കിൽ അവിടുത്തെ ഒരു വലിയ ബിസിനസ്മാന്റെ മോനും പുള്ളിയാണെങ്കിൽ വലിയ ഗുണ്ടയായിരുന്നു. ചെക്കന്റെ അപ്പനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി എവിടെ കണ്ടു കഴിഞ്ഞാലും പെണ്ണിനെ കൊല്ലുമെന്നാണ് ഇപ്പം ഓർഡർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ അന്വേഷിച്ച് നടക്കാണ് നാട് മൊത്തം. ഈ ഒരു കാര്യം വീണ്ടും നമ്മുടെ ബാലയെ കേൾക്കും. പുള്ളിക്ക് വീണ്ടും രക്തം തിളച്ചങ്ങോട്ട് കയറും. പുള്ളി നേരെ ചെക്കന്റെ തന്നടുത്തേക്ക് എന്നിട്ട് അവിടെ കിടന്നൊരു പഞ്ച് ഡയലോഗും പിന്നെ പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങും. സംഭവം വേറൊന്നല്ല, കുറെ വർഷങ്ങൾക്ക് മുന്നേ പുള്ളി ഭയങ്കര വലിയൊരു പോലീസുകാരനായിരുന്നു. അന്ന് വലിയൊരു കാട്ടില് കുറെ ലഹരി മാഫിയ ഉണ്ടായിരുന്നു. അവരൊക്കെ പുള്ളി ഒറ്റയ്ക്ക് അടിച്ച് കൊന്നിട്ടുണ്ടെന്നൊക്കെ പുള്ളി വീമ്പിളക്കും. അതായത് ഒരൊറ്റ തള്ളല. ഇത് കേട്ടതും ആ ബിസിനസ്മാൻ ഉണ്ടല്ലോ, പുള്ളി അങ്ങോട്ട് ഫ്ലാറ്റ് ആയി പോകും. പുള്ളി ആകെ പേടിച്ച് വിറങ്ങലിക്കും. എന്നിട്ട് പുള്ളി മുട്ടിൽ വന്നിട്ട് അങ്ങയുടെ അടുത്ത് പറയാ, അയ്യോ പ്രശ്നം കോംപ്രമൈസ് ആക്കാലോ, എന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പുള്ളി കരഞ്ഞ് മെഴുകും. അങ്ങനെ നിലവിൽ ഇതുവരെ 2 വള്ളി പിടിച്ചു കഴിഞ്ഞു. ഈ മൂന്നാമതായിട്ട് പുള്ളിക്കാരത്തി പിടിക്കുന്ന ഒരു വള്ളിയുണ്ട്. ഇതാണ് വലിയൊരു വള്ളി. അതായത് മോൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ 11 ഒരു കഫേ പോയിട്ട് അവിടെ നിന്ന് ചായ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഏതിന്റെ ഇടയിൽ നിന്ന് ഒരുത്തൻ കുണ്ടിയാട്ടി ഓടി വരും. വന്ന അവിടെ തന്നെ ഈ മോളുടെ അടുത്ത് ചോദിക്കുക, മോളെ എനിക്ക് ഈ ലാപ്ടോപ്പ് തരാവോ, എനിക്കൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനത്രേ. അത് എടുത്തോളെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സാധനം കൊടുത്തു കഴിയുമ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫയലായിരുന്നു പുള്ളി അതിനകത്ത് കയറ്റിക്കൊണ്ടിരുന്നത്. അതായത് ഈ പടത്തിലെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിനെ സംബന്ധിക്കുന്ന പുള്ളിയുടെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളുടെ ഒരു കണ്ടന്റ്, അതായത് പ്രൊജക്ട് ബി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞപ്പോ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിക്ക് മനസ്സിലാവും അതായത് ഇപ്പൊ ആ ഡേറ്റ ഫുൾ ഇരിക്കുന്നത് ഈ പറയുന്ന ബാലയുടെ മോളുടെ കയ്യിലാണ്. പിന്നെ അവളെ തേടി ഇവരിറങ്ങും. അങ്ങനെ അന്വേഷിച്ച് ഇവളെയും കണ്ടെത്തിയിട്ട് നേരെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഫാക്ടറി കൊണ്ടിടും. ഇവളെന്ത് ചെയ്താലും വള്ളി, ഇവളൊന്നും ചെയ്തില്ലെങ്കിലും വള്ളി. ഇത് കേട്ടതും വീണ്ടും നമ്മുടെ ബാലയുടെ രക്തം കണ്ട് തിളച്ചങ്ങട് കയറും. ഈ ഇടയായിട്ട് വല്ലാതെ കയറുന്നുണ്ട് അയാളുടെ രക്തം. പുള്ളി ഒരു ടാങ്കർ ലോറി ആയിട്ട് നേരെ ഈ ഫാക്ടറിയിലേക്ക് അങ്ങ് ഓടിച്ച് പറപ്പിച്ചെത്തും. അവിടെ എത്തിയത് പുള്ളിയെ ലോറി അങ്ങോട്ട് പൊന്തിക്കും. നേരെ പൊന്തിച്ചങ്ങോട്ട് പായിച്ചിട്ട് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് തെറിപ്പിച്ചിട്ട് അവിടെ ഏറിൽ നിൽക്കുന്ന ടാങ്കർ ലോറിയുടെ ഡാഷ്ബോർഡ് അങ്ങ് അടിച്ച് പൊളിച്ചിട്ട് ഒരു വടിയും കൈ പിടിച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് പുള്ളി അവിടെ അങ്ങോട്ട് നിൽക്കും സ്റ്റക്കായിട്ട്. ഇതും കഴിഞ്ഞിട്ട് പുള്ളി ഒരു തോർത്തുകൊണ്ട് എടുത്തിട്ട് അവിടെ ഒരു ഇലക്ട്രിക് കമ്പി ഉണ്ടായിരുന്നു, അതും അങ്ങോട്ട് തൂക്കി പുള്ളി തൂങ്ങി അങ്ങോട്ട് ഇറങ്ങും. പിന്നെ തൊട്ടുപുറകിൽ ആ ലോറി കൂടെ ഉണ്ടല്ലോ, അതിന്റെ ടാങ്ക് അങ്ങോട്ട് ഇളകി വന്നിട്ട് പുള്ളി നടക്കുന്നതിന്റെ പിറകെ കൂടെ ഇങ്ങനെ സ്ലോ മോഷനിൽ വരും. അതിനകത്ത് എഴുതിയേക്കാണ് ഹൈലി ഇൻഫ്ലേമബിൾ. അവിടെ എത്തിയ ബാലയ്യ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗുണ്ടകളൊക്കെ അടിച്ച് പീടിച്ചങ്ങോട്ട് എടുക്കും. ഇതുവരെ
കാണാത്ത കുറെ ആയുധം എടുത്തിട്ട് പുള്ളി പൂജണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു CCTV ഉണ്ടായിരുന്നു. പുള്ളി അതിനടുത്തേക്ക് പോയിട്ട് തിരുമോന്ത കാണിച്ചിട്ട് അവിടുത്തെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, പുള്ളി കാണുന്നെന്ന് അറിയാം. അങ്ങേരുടെ ഒരു ഡയലോഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ഈ മെയിൻ വില്ലനും നമ്മുടെ ബാലയും തമ്മിൽ വീണ്ടും വേറൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്ക് അതായത് ഈ മെയിൻ വില്ലന്റെ അപ്പൻ പുള്ളി ഒരു ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഇതറിഞ്ഞ നമ്മുടെ ബാലയ സ്റ്റേജിൽ കയറി വന്നിട്ട് പുള്ളിയുടെ കാരണം നോക്കി ഒരു പൊട്ടിക്കൽ എടുത്തിട്ട് നേരെ കൊണ്ടുപോയി ജയിലിടും. ഇതറിഞ്ഞതും ഇപ്പോഴത്തെ മെയിൻ വില്ലനായിട്ടുള്ള പുള്ളിയുടെ മോനുണ്ടല്ലോ, അങ്ങനെ നേരെ ബാലയുടെ നാട്ടിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ അടിച്ചു പിരിച്ചിട്ട് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ബാലയെ വിളിക്കും. ഇവരെ വെറുതെ വിടാം, പക്ഷെ അതിന് പകരമായിട്ട് ബാലയെ പോയി ജയിലിൽ കിടക്കണം. ഇതായിരുന്നു പുള്ളിയുടെ ഡിമാൻഡ്. അങ്ങനെ ഈ ഗ്രാമം മൊത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ബാലയെ പോയി ജയിലിൽ കിടന്നത്രേ. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് തൊലിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ തുടങ്ങി നമ്മുടെ ബാലയും പിന്നെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ഇവര് തമ്മിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ ബാലയ ഒരു ബസ്സിലങ്ങോട്ട് യാത്ര ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് ഈ മെയിൻ വില്ലൻ കുറെ ഗുണ്ടകളാണ് കഴിക്കും. സ്വാഭാവികമായിട്ടും ബാലയ ഒക്കത്തിന് ചവിട്ടിയുടെ കൂട്ടിയിട്ട് അതേ ബസ്സിൽ തന്നെ ഇവന്മാരുടെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടേങ്ങടെ ആക്കും. പിന്നെ ഒരു ദിവസം തന്റെ കാർ എടുത്ത് ബാലയ ഒരു ടണലിനടക്കം അങ്ങോട്ട് പോകുമായിരുന്നു. അവിടേക്ക് വയ്ക്കും കുറെ ഗുണ്ടകളെ തോക്കുകയായിട്ട്. ഇത് കണ്ടതും ബാലയെ കാർ നിർത്തിയിട്ട് എവിടെ നിന്ന് ഒരു ചെയർ എടുത്തിട്ട് പുള്ളി ആ റോഡിനെ നടക്കണ്ട് കയറിയിരിക്കും. അത്രയും കോൺഫിഡന്റ് ആയിട്ട് തൊട്ട് മുന്നിലാണ് ഈ 100 ഗുണ്ടകൾ തോക്കും പിടിച്ച് നിൽക്കുക. പെട്ടെന്ന് ബാലയുടെ പുറയിലേക്ക് 2 ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യും. ഈ സമയത്താണ് മറ്റൊരാളുടെ രംഗപ്രവേശനം. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു, പുള്ളിനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് നമ്മുടെ ബാലയായിരുന്നു. അപ്പൊ അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി പുള്ളിയിലേക്ക് വന്നിരിക്കുക. ഇതാണ് കണ്ടതും അവിടെ തൊട്ട് ഫ്രണ്ടിലേക്ക് ഗുണ്ടകൾ വെടിവെക്കാൻ തുടങ്ങും. വെടി എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വെടിവെപ്പ്. 10,000 ബുള്ളറ്റ് ആണെങ്കിൽ നേർക്ക് വന്നുകൊണ്ടിരിക്കുക. ബാലയപ്പ് എന്ത് ചെയ്യും? ഇരിക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഡ്രൈനേജ് ഉണ്ടായിരുന്നു. അതിന്റെ മൂടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊതിച്ചിട്ട് കൈ പിടിച്ച് ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. ഇടയാ ആ സാമാനം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നെഞ്ച് മാത്രം കവറാവും. കാല് തൊട്ട് താഴേക്ക് കിടക്കുക. ഏതെങ്കിലും ഒരുത്തൻ ആ കാല് നോക്കി വെടിവെച്ചാൽ പോരെ? ഇല്ല, ചെയ്യൂല. കാരണം നമുക്കല്ലാതെ തന്നെ അറിയാം ഇതൊരു ബാലയ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. പിന്നെ നമ്മൾ കൂടുതൽ കൊണയടിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ വെടിവെച്ച് ഗുണ്ടകളുടെ ഉണ്ട തീർന്നു. ഈ ഒരു അവസരം കാത്തിരിക്കായിരുന്നു നമ്മുടെ ബാലയും ടീമും. ഉടനെ തന്നെ നമ്മുടെ ബാലയ്ക്ക് നമ്മുടെ റോക്കി ബായ് ഉപയോഗിച്ച് ആ ഒരു മെഷീൻ ഗൺ ഉണ്ടല്ലോ അത് എടുത്ത് കൊടുക്കും. എന്നാൽ നമ്മുടെ ബാലയ്ക്ക് ഇങ്ങനെ എത്ര സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. പുള്ളി അപ്പൊ തന്നെ അപ്പുറത്തുണ്ടായ ഹൈഡ്രജന്റെ സിലിണ്ടർ എടുത്തിട്ട് തൊട്ട് ഫ്രണ്ടിലേക്ക് ചവിട്ടി തെറിപ്പിച്ചാടും. എന്നിട്ടൊരു പിക്കാസ് എടുത്തിട്ട് അതിന്റെ ഓപ്പണിംഗ് അടിച്ചാ പൊട്ടിക്കും. അടി കൊണ്ടത് ഈ സിലിണ്ടറൊക്കെ പാഞ്ഞങ്ങട് ചെന്നിട്ട് നമ്മുടെ വില്ലന്മാരുടെ സ്കോർപ്പിയോ ഉണ്ടല്ലോ അതിലൊക്കെ ഇതിൽ ചെന്ന് കയറിയിട്ട് അതങ്ങൾ പറക്കാൻ തുടങ്ങും. ഒരു വിസ്ഫോടനായിരുന്നു അവിടെ ഉണ്ടായത്. പൊട്ടിത്തെറിയും ബഹളവും വന്ന എല്ലാ ഗുണ്ടകളും ചത്തു. ഇങ്ങനെ ഗുണ്ടകൾ ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ മെയ്മലൻ എന്ത് ചെയ്യും? സെൻട്രൽ മിനിസ്റ്റർ വിളിച്ചിട്ട് കാര്യം അറിയിക്കും. അങ്ങനെ പുള്ളി എത്തിക്കാണ് ഇപ്പൊ ബാലയെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നേരെ വന്നിട്ട് നമ്മുടെ ബാലയുടെ ഷർട്ടിനെ കുത്തി പിടിക്കും. പിടിച്ചു നോക്കിയപ്പോ അവിടെ തടയുന്ന പോലെ, അതായത് നെഞ്ചത്തൊരു പാട്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ബാലയുടെ ഒരു മറുപടി, അതായത് പുള്ളി പണ്ട് ഈ ക്ലാസ്സിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വനത്തിന്റെ ഏതൊരു കോണത്തിൽ നിന്ന് ഒരു പുലി വന്നു, അത് വന്നിട്ട് മാന്തിട്ട് പോയതാണ്. പുലി മാന്തിയത് പുള്ളിക്ക് ഇഷ്ടമായില്ല. പുള്ളി അപ്പൊ തന്നെ അതിന്റെ മോദം ഒടിച്ചു വെച്ചിട്ട് അതിന്റെ പല്ലങ്കെടുത്ത്. ഇത് കേട്ടതും മിനിസ്റ്റർ അടക്കമുള്ള എല്ലാവരും ഉണ്ടല്ലോ ആകെ പേടിച്ചു പോകും. മെല്ലെ സ്ലോ മോഷനിൽ അവർ ബാക്കിലേക്ക് പോവാ. എന്ത് ഇതിന് പ്രത്യേകിച്ച് കാര്യമില്ല. വില്ലനെ കൊണ്ട് കൂട്ടിയ കൂടുതലെന്ന് മനസ്സിലായ ബാലയെ എന്ത് ചെയ്യും? പുള്ളിക്ക് ഒരു ഡീലാണ് വെക്കുക. അതായത് ഒളിച്ചെന്നുള്ള കളിയൊക്കെ മതി, ഇനി നമുക്ക് നേർക്ക് കണ്ടുകൂട്ടാം, നമുക്ക് നേർക്കാവാം അംഗമത്രേ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഗോഡൌണിലേക്ക് ബാലയ ഒരു ആവശ്യമില്ലാണ്ട് തന്റെ മോളെയും കുട്ടികൾ വരും. വില്ലനും പിന്നെ പുള്ളിയുടെ ഗ്യാങ്ങും മറുവശത്ത്. പിന്നെ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കോണച്ച് കുത്തിയ കുറെ ഫൈറ്റ്. അങ്ങനെ വില്ലന്മാരെ തൊഴിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഈ സൈക്കോളജിക്കൽ ഡോക്ടർ ആയിട്ടാണ് കാജ് വന്നല്ലോ. അതായത് നമ്മുടെ ബാലയ്ക്ക് എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഗുണ്ടകളൊക്കെ ഒന്ന് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബാലയ അതിസമർത്ഥമായിട്ട് അടിച്ചൊതുക്കി രക്ഷപ്പെടുന്നത് ഈ പറയുന്ന മോള് കണ്ടു കഴിഞ്ഞാൽ അവളുടെ ആ ഒരു ട്രോമ മാറും അത്രേ. ഇത് മനസ്സിലാക്കി നമ്മുടെ ബാലയ എന്തായാലും തുടക്കം തന്നെ ഈ വില്ലന്മാരെ കടിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി ഈ യൂഷ്വൽ പരിപാടിയായി പോകുമല്ലോ. അതിന് പകരമായിട്ട് വില്ലന്മാരൊക്കെ പുള്ളിയെ തല്ലട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി നിൽക്കും. അപ്പൊ അതാവുമ്പോൾ മോളും അത് കാണുന്നുണ്ട്. അപ്പൊ മോള് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കാണല്ലോ. ഇങ്ങനെ പട്ടിയെ തല്ലുന്ന തല്ലുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മോൾക്ക് എന്തൊക്കെ ഒരു മാറ്റങ്ങൾ തന്നെ പോലെ. അതായത് പ്രതീക്ഷിച്ചതിന് കുറച്ച് നേരത്തെ തന്നെ പുള്ളിക്കാരുടെ ട്രോമയൊക്കെയാണ് മാറി. ഇപ്പൊ അവിടെ തല്ലുകൊണ്ടിരിക്കുന്ന ബാലയുടെ അവസ്ഥയിൽ ചാർജായ പുള്ളിയുടെ മോള് നേരെ വന്നിട്ട് ഗുണ്ടകളെ ഇടിച്ചുകൊണ്ട് പഞ്ഞിക്കിടും. ഓ മൈ ഗോഡ്, എന്റെ മോൾ ഒരു സ്ട്രോങ് വുമൺ ആയി എന്ന് മനസ്സിലാക്കിയ ബാലയെ അപ്പൊ തന്നെ കെട്ട കഴിച്ചിട്ട് തൊട്ടപ്പുറത്തുനിന്ന് ഒരു കയറെടുത്തിട്ട് പുള്ളിക്കാരത്തിനെ അങ്ങനെ ചുറ്റിങ്ങനെ വരികയും എന്നിട്ട് മറ്റേറ്റം കൈ പിടിച്ചിട്ട് അതും വീശിയായി അടി. അങ്ങനെ മോളെ ആയുധമാക്കിയിട്ട് അവിടെയുള്ള ഗുണ്ടകളൊക്കെ പുള്ളി അടിച്ചങ്ങോട്ട് ഒതുക്കും. അങ്ങനെ ലാസ്റ്റ് ചോരേൽപ്പിച്ച് വെക്കുന്ന മെയിൻ ഗുണ്ട മാത്രം ബാക്കി. വീണ്ടും രക്തം തിളച്ചു കയറിയ ബാലയ ആ വിധനെ ഇടിച്ചങ്ങോട്ട് കൊല്ലും. അങ്ങനെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഏറ്റവും ലാസ്റ്റ് മോളുണ്ടല്ലോ പുള്ളിക്കാരത്തി മിലിറ്ററിയിൽ അങ്ങോട്ട് ചേരും. അങ്ങനെ ഇവിടെ വെച്ച് പടം അവസാനിക്കും.